തമിഴ്നാട് അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടി. മാധ്യമപ്രവർത്തകരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ തിരിച്ചു നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, എന്താണ് ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? ഉത്തരവിന്റെ ഉള്ളടക്കം എന്താണ് റഹീസ്? ടി കെ, ചെന്നൈ അണ്ണാ സർവകലാശാലയിൽ ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ ഒരു FIR ആദ്യഘട്ടത്തിൽ പോലീസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ FIR ഡൗൺലോഡ് ചെയ്ത് ഇത് വാർത്തയ്ക്കായി ഉപയോഗിച്ച 4 മാധ്യമ പ്രവർത്തകരെയാണ് കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കം പിടിച്ചുവെച്ചത്. ഇതിനെതിരെ 4 മാധ്യമ പ്രവർത്തകരും ഒപ്പം ചെന്നൈ പ്രസ് ക്ലബും മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാധ്യമപ്രവർത്തകരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ അടക്കം എല്ലാ ഉപകരണങ്ങളും തിരിച്ചു നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത് സ്വകാര്യതാവകാശത്തിന്റെ ലംഘനമാണ്. അന്വേഷണത്തിന്റെ പേരിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. FIRുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് മാധ്യമപ്രവർത്തകരോട് ചോദിക്കേണ്ടത്. മാധ്യമപ്രവർത്തകരുടെ കുടുംബത്തെക്കുറിച്ചോ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചോ SIT സംഘം ചോദിക്കരുത്. നേരത്തെ ഈ മാധ്യമപ്രവർത്തകരുടെ മുതുമുത്തച്ഛന്മാരുടെ പേരടക്കം പറയിപ്പിച്ചു എന്നുള്ള തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിൽ പരാതി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നിർണായകമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാസം 10-നകം വിവരങ്ങൾ ശേഖരിക്കുന്നത് പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ടി കെ. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.